കലക്കി. പ്രസംഗം കലക്കി സാറേ. ഏറ്റോ പിന്നെ ഏക എവിടെ പോവാനാ? അല്ല പിന്നെ അപരാധം പറഞ്ഞുണ്ടാക്കുന്നതിന് വലിയ ഒരു അതിര്. കട്ടുമുടിക്കുന്നെങ്കിൽ തന്നെ അവന്റെ ഒന്നും തന്ത സമ്പാദിച്ചല്ലോ. കേട്ടോ സാറേ, 65-ലെ ഇൻഡോ പാക് യുദ്ധത്തില് അത് തീർന്ന ഉടനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ലഡാക്കില്. അന്ന് ബ്രിഗേഡ് റുക്കൻ സിംഗ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ ഖുറൂബ് കം ഓൺ ഷൂട്ട്. ഷൂട്ടോ? ആ, എന്ന് വെച്ചാ പ്രസംഗിക്കാൻ. ഞാൻ കണ്ണു അടച്ച് ഒറ്റ കാറ്റം കൊണ്ട് കഴിച്ചു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പ്രസംഗം തീർന്ന ഉടനെ ഭയങ്കര കയ്യടി. ആ, താൻ നിർത്തിയതുകൊണ്ടായിരിക്കും. സാറേ സാറേ ആ എടോ, ആ കമ്മീഷണർ വീട്ടിലൊന്നും ഇറങ്ങണം. ഇന്റർവ്യൂ മുനിസിപ്പാലിറ്റി വെച്ച് നടത്താതെ ചെയർമാന്റെ വീട്ടിൽ വെച്ച് നടത്തിയെന്ന് വിമർശനം ഉണ്ടാവില്ലേ? ആ, വിമർശനം പോകാൻ പറ. എവിടെ വെച്ച് നടത്തിയാലും വിമർശനം ഉണ്ടാവും. എന്ന് വെച്ച് നടത്താതിരിക്കാൻ നിൽക്കുവോ? നമ്മുടെ മാത്തുക്കുട്ടി ഒരു കാൻഡിഡേറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, സാറാ കുര്യൻ. മാത്തുക്കുട്ടിയും ചാത്തുക്കുട്ടിയും റൊക്കം കാശുണ്ടോ? അയാള് വകുപ്പ് മന്ത്രിയുടെ പാർട്ടിക്കാരനാ. വകുപ്പ് മന്ത്രിയല്ല, മുഖ്യമന്ത്രി പറഞ്ഞാലും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ അംഗനവാടിയിൽ ജോലി വേണോ? കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മളെന്തിനാ അവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത്? അല്ല, അയാള് വല്ല ഗുലുമാലം ഉണ്ടാക്കിയാലോ? ഓ, ഗുലുമാല് പോവാൻ പറ. അല്ലെങ്കിൽ തന്നെ നമുക്കെതിരെ ഒരുപാട് കംപ്ലൈന്റ്സ് ഉണ്ട്. കൂട്ടത്തിൽ ഇതും. ഭാര്യ വിളിക്കുന്നു. ഒന്നിഞ്ഞു വന്നേ. എന്നാട്ടെ, ഒന്ന് വന്നേ. നീ വന്നേ. അടിയുള്ള ചെണ്ടയും പണം വാങ്ങാൻ മാരാരും കിട്ടുന്നതിന്റെ പങ്ക് കണക്ക് പറഞ്ഞ് വാങ്ങിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു, നീ ചുമ്മാരിക്കും. പോകട്ടെ. എന്താണ് വീട്ടുകാരിയുമായിട്ടൊരു കുശുകുശുപ്പ്? അല്ല, ചെയർമാന് കാപ്പിയോ ചായയോ വേണ്ടെന്ന് ചോദിക്കായിരുന്നു. ഭവാനിമ്മേ, എനിക്കൊന്നും വേണ്ട. ഇപ്പൊ ഒന്നും വേണ്ടെന്ന്. അതിനിപ്പോ ഞാനൊന്നും കൊള്ളുന്നില്ലല്ലോ. അല്ല, ചെയർമാന് ചായ, കാപ്പി. ആ, കാപ്പി വേണോ? ഞാനിപ്പോ ഞാനിപ്പോ അവിടുന്ന് കഴിച്ചത് വയറ്റിൽ 1 ഇഞ്ച് സ്ഥലമില്ല. ഞാനിപ്പോ കാപ്പി കൊണ്ടുവരാം.